Welcome to the another video class of Cost and Management Accounting. In last class we discussed about what is costing and what is cost accounting. Today's session is about scope of cost accounting. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദി വേരിയസ് ഏരിയാസ് വിച്ച് ആർ കവേർഡ് അണ്ടർ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്, ആ കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മെയിൻലി ദർ ആർ 9 points under scope of cost accounting. They are: first one is cost recording, second one is cost classification, cost ascertainment, cost allocation, cost analysis, cost comparisons, cost control, കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് കോസ്റ്റ് റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ നമുക്ക് ഇതിൽ ഓരോ പോയിൻറ്റ്സും ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്കോപ്പിൽ ഒന്നാമത്തെ പോയിൻ്റ് വരുന്നത് കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്നും കൂടി പറയാം. കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു റെക്കോർഡിംഗ് ഓഫ് ദി ട്രാൻസാക്ഷൻ. അതായത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്, ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതേപോലെ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്ന ഒന്നാമത്തെ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് മീൻസ് റെക്കോർഡിംഗ് ഓഫ് ദി കോസ്റ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഇൻ ദി വേരിയസ് ബുക്സ് ഇൻ ദി കമ്പനിയിലെ ഡിഫറെൻറ്റ് ബുക്സിൽ അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ബുക്സിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. Okay, these transactions are then posted into various ledgers maintained under the cost accounting system. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെയൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ലെഡ്ജേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം തന്നെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു ഏതിൽ, ജേണലിൽ. എന്നിട്ട് ജേണലിൽ നമ്മൾ കാര്യങ്ങൾ, അതായത് ആ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫസ്റ്റ് നടത്തുന്ന കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. സോ നമ്മൾ എല്ലാ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ബുക്സിലേക്ക് ആദ്യം തന്നെ എൻട്രി ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ഏരിയയാണ് കോസ്റ്റ് റെക്കോർഡിംഗ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ എലമെൻറ്റ്സ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്. അതായത് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ എലമെൻറ്റ്സ് ലൈക്ക് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് എക്സെട്ര. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇങ്ങനെയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലാസിഫൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മളൊരു കമ്പനിയിൽ ടോട്ടൽ കോസ്റ്റിന് ഡിഫറെൻറ്റ് സെഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ കോസ്റ്റ് ഒന്നുകിൽ മെറ്റീരിയൽ കോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അങ്ങനെ ഒരു ഹെഡിലേക്കും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റിനെ നമ്മൾ അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നതാണ്. ദെൻ തേർഡ് വൺ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ്. അതായത് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ജോബ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സ് അനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് എന്ത് കോസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റായി, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റായി, അത് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ഏരിയയാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് അലോക്കേഷനാണ്. കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റിനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് അനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. സോ കോസ്റ്റ് അലോക്കേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ്
distributing the cost into various departments or various products on the basis of predetermined information. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചതിൻ്റെ ബേസിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് അനാലിസിസ് ആണ്. അനാലിസിസ് നമുക്കറിയാം, അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ it involves detailed investigation into the cause of actual cost varying from the budgeted cost and assigning responsibility for increase in cost. കോസ്റ്റ് അനാലിസിസ് നടക്കുന്നത് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ആക്ച്വൽ കോസ്റ്റും നമ്മുടെ ബജറ്റഡ് കോസ്റ്റും തമ്മിൽ ആ ഒരു ഇൻഫോർമേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇനി അഥവാ നമ്മുടെ കോസ്റ്റ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോസ്റ്റിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതാത് സെൻറ്റേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അതാത് സെൻറ്റേഴ്സിലേക്ക് അസൈൻ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ കോസ്റ്റ് അനാലിസിസ് നടക്കുന്നത്. അപ്പോൾ കോസ്റ്റ് കൂടാനുള്ള റീസൺ എന്താണ് എന്ന് അനലൈസ് ചെയ്യുകയാണ് നമ്മൾ. എന്ത് വെച്ചിട്ട് ആക്ച്വൽ കോസ്റ്റും അതുപോലെ തന്നെ ബജറ്റഡ് കോസ്റ്റും കമ്പയർ ചെയ്യുകയാണ് നമ്മൾ കോസ്റ്റ് അനാലിസിസിലൂടെ ചെയ്യുന്നത്. കോസ്റ്റിൽ ചേഞ്ച് വരാനുള്ള റീസണും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോസ്റ്റ് കമ്പാരിസൺ ആണ്. കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിൽ നമ്മൾ പറഞ്ഞ കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മൾ കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പം ഓരോ പ്രോഡക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് ഡീറ്റെയിൽസ് കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നതും. ഇതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ആണ് മറ്റൊരു മേജർ ആയിട്ടുള്ള ഒരു സ്കോപ്പ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ദി കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഓർ ദി ഓപ്പറേഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ആർ അപ്ലൈഡ് അണ്ടർ കോസ്റ്റ് അക്കൗണ്ടിങ്. ദേ ആർ ഇൻവെൻട്രി കൺട്രോൾ, പ്രോഡക്റ്റ് കൺട്രോൾ, ക്വാളിറ്റി കൺട്രോൾ, ബജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എക്സെട്ര. അതായത് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പനിയുടെ ഓപ്പറേഷൻസിലെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതിന് എന്തൊക്കെ ടെക്നിക്സുകൾ നമുക്ക് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ശ്രദ്ധിക്കുന്നത്. ഒരുപാട് ടെക്നിക്സുകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ടെക്നിക്സുകളൊക്കെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് കോസ്റ്റ് ഓഡിറ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ നമ്മൾ വെരിഫൈ ചെയ്യുന്ന വെരിഫിക്കേഷൻ ഓഫ് ദി കോസ്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് റെക്കോർഡ് എല്ലാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണോ നമ്മൾ പ്രിപ്പയർ ചെയ്തത്, അത് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ലാസ്റ്റിൽ നടത്തുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെരിഫിക്കേഷൻ ഓഫ് ദി കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അഥവാ കോസ്റ്റ് അക്കൗണ്ട്സ്. ഓക്കെ, ദ ലാസ്റ്റ് ഏരിയ പറയുന്നത് കോസ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൻ്റെ പ്രസൻറ്റേഷനാണ്. അതായത് അതിൻ്റെ യൂസേഴ്സിലേക്ക് കോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആവശ്യമുള്ളത് മാനേജ്മെൻറ്റിനാണ്. മാനേജേഴ്സിന് പ്രോപ്പറായിട്ട് ഡിസിഷൻ അതായത് ടൈമിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓഫ് ദി കോസ്റ്റ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ടു ദി മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ദ പ്രോപ്പർ ഡിസിഷൻസ് അറ്റ് ദി റൈറ്റ് ടൈം. മാനേജ്മെൻറ്റിന് പ്രോപ്പർ ടൈമിൽ ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ അക്കൗണ്ടിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ദീസ് ആർ ദി മേജർ സ്കോപ്പ് അല്ലെങ്കിൽ വേരിയസ് ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ദ നെക്സ്റ്റ് ഏരിയ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ കമ്പനിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ പേർപ്പസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഫസ്റ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുള്ള ഒരു സർവീസസിൻ്റെ കോസ്റ്റ് ഒരു യൂണിറ്റിന് എന്ത് കോസ്റ്റ് വരുന്നു
ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് എത്ര കോസ്റ്റ് വരുന്നു എന്ന് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പർപ്പസ് അത് തന്നെയാണ്, ടു അസർട്ടൈൻ ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസ്. സെക്കൻഡ് വൺ, ടു കൺട്രോൾ കോസ്റ്റ്. നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു വേരിയസ് ടെക്നിക്സുകൾ അവൈലബിൾ ആണെന്ന്. അപ്പോൾ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നതും ഇതിൻ്റെ ഒരു പർപ്പസാണ്. ദെൻ തേർഡ് വൺ, ടു ഡിറ്റർമൈൻ ദി സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഒരു സർവീസസിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ അതിൻ്റെ ബേസിൽ നമുക്ക് സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. സോ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നതും ഇതിൻ്റെ ഒരു പർപ്പസാണ്. ദെൻ നെക്സ്റ്റ് വൺ, ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. കോസ്റ്റ് എത്രയാണെന്നനുസരിച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്യാനോ അതിൻ്റെ ബേസിൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര വരുന്നു അസർട്ടൈൻ ചെയ്യാനോ നമുക്ക് സാധിക്കും. ഓക്കെ, ഇത് നമുക്കറിയാം, മനസ്സിലായിട്ടുണ്ട് അല്ലേ? അതായത് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബേസിൽ നമുക്കൊരു പ്രൈസ് ഫിക്സ് ചെയ്യാം, അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനും സാധിക്കും. ദെൻ ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എൻറ്റർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ ലഭ്യമാകുന്നതാണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിപ്പറേഷന്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഈ ഇൻഫർമേഷൻസ് നമുക്ക് യൂസ്ഫുൾ ആണ്. ദെൻ നെക്സ്റ്റ്, ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. മാനേജേഴ്സിന് നമ്മുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് വഴി കൊടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് മാനേജേഴ്സിന് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സാധ്യമാകുന്നതാണ്. Then next, to ascertain the profitability of different products, job or work orders. നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ആ ഓരോ പ്രോഡക്ട്സിൻ്റെയും ഓരോ ജോബിൻ്റെയും ഓരോ പ്രോസസ്സിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ടാകും എന്ന് അസർട്ടൈൻ ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധ്യമാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ടു മെഷർ എഫിഷ്യൻസി. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എഫിഷ്യൻസി, നമ്മുടെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഓവറോൾ എഫിഷ്യൻസി നമുക്കിതിൻ്റെ ബേസിൽ, ഈ കിട്ടിയ ഇൻഫോർമേഷൻസിൻ്റെ ബേസിൽ നമുക്ക് മെഷർ ചെയ്യാനും നമുക്ക് സാധ്യമാകുന്നതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിൻ്റ്, ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ്. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവ്, നമ്മുടെ എക്സ്പെൻസ് കുറക്കുക അല്ലേ. എക്സ്പെൻസ് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എല്ലാ വേസ്റ്റേജുകളും എല്ലാ ഡിഫക്ട്സുകളും നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി ഓവറോളായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എല്ലാം ഒരു പ്രോപ്പർ ബാലൻസിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ സാധ്യമാണ്. സോ ദീസ് ആർ ദി മെയിൻ പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് അതിന് സബ്മിഷൻ പറഞ്ഞാൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.